بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضوان الله. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني يا حبيب الله. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الجود والكرم. توجه رسول الله في كل حاجتي لنا ومهم في المعاش وفي القلب، وإن صلاح الدين والقلب سيدي هو الغرض الأقصى، فيا سيدي قم بي. عليك صلاة الله يا خير من تلا كتابا منيرا جاء بالفرض والندب. عليك صلاة الله يا خير مهتدي وهاد بنور الله في الشرق والغرب. आसमां खवा जमीन खवा ज़माना मेहमान, साहिबे खाना लक़ब किसका है तेरा। मैं तो मालिक ही कहूँगा के हो मालिक के हबीब, यानी महबूब व मुहिब में नहीं मेरा तेरा। तेरे कदमों में जो है गैर का मुँह क्या देखें, कौन नजरों पे चले देख के तलवा तेरा। സർവാദരണീയരായ സാദാത്തുക്കൾ, ആ തങ്ങൾ ഇവിടെ വന്നിരുന്നാലേ സന്തോഷം. തങ്ങൾ അവിടെ ഇരിക്കണം. ആദരണീയരായ ഉസ്താദുമാർ, രക്ഷിതാക്കൾ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു ജല്ല ജലാലുഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ലക്കൽ ഹംദു യാ അല്ലാഹ് വലക്കൽ ശുക്രു യാ അല്ലാഹ്. നമ്മുടെ സ്നേഹപ്രപഞ്ചം പ്രഭാഷണ പരമ്പര 15ാം വർഷത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന മഹത് കർമ്മമായി അവന്റെ ഔദാര്യം കൊണ്ട് സ്വീകരിക്കുമാറാകട്ടെ. കഴിഞ്ഞുപോയ വർഷങ്ങളിലെല്ലാം ഇതിൽ സംബന്ധിക്കുകയും ഇടക്കാലത്ത് നമ്മെ വിട്ടുപിരിയുകയും ചെയ്ത ഒരുപാട് നല്ലവരായ ഉസ്താദുമാർ, ഉപ്പമാർ, നേതാക്കൾ, ഉമ്മമാർ, സഹോദരിമാർ എല്ലാം ഉണ്ട്. അല്ലാഹു തആല അവരുടെ എല്ലാവരുടെയും ഖബറിടങ്ങളിൽ ഇവിടെ നിന്ന് ഒരു വെളിച്ചം, ഒരു പ്രകാശം എത്തിച്ചു കൊടുത്ത് സന്തോഷം നൽകുമാറാകട്ടെ. ഈ സ്നേഹപ്രപഞ്ചത്തിൽ സംബന്ധിക്കുന്നവരും അവതരിപ്പിക്കുന്നവരും എല്ലാം കാലത്തിന്റെ കലണ്ടറിൽ മാറിവരുമ്പോൾ മാറിവരും. നമുക്കെല്ലാവർക്കും പാരത്രിക ലോകത്തേക്ക് കരുതി വെക്കാവുന്ന ഒരു സ്വാലിഹായ അമലായി അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ശാരീരികമായി ഒത്തുകൂടിയ നിറഞ്ഞ ഒരു സദസ്സിൽ നടക്കാറുള്ള ഈ പ്രോഗ്രാം എല്ലാവർക്കും അറിയുന്ന സാഹചര്യ പരിസര പ്രതിസന്ധികൾ കൊണ്ട്, എന്നാലും അൽഹംദുലില്ലാഹ് ഇങ്ങനെയൊക്കെ നടത്താൻ അല്ലാഹു തആല നമുക്ക് അവസരം ഒരുക്കി തന്നു.
ലക്കൽ ഹംദു യാ അല്ലാഹ്. ഈ സ്നേഹപ്രപഞ്ചം ഒരു പ്രഭാഷണ പരമ്പരയല്ല. നമ്മളെല്ലാവരും ഒത്തുകൂടുന്ന ഒരു വാർഷിക മൗലിദിന്റെ വേദിയാണ്. ഏറെ സമയം മലയാളത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പങ്കുവെക്കുന്നു എന്ന് മാത്രം. എല്ലാ ഭാഷയിലും മൗലിദുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് കൊച്ചുതങ്ങളുപ്പാപ്പയുടെ ചാരത്ത് നടക്കുന്ന ഒരു വാർഷിക മൗലിദ് സദസ്സാണിത്. മഹാനവറുകളുടെ ആത്മീയ പിന്തുണയും സന്തോഷവും നമ്മുടെ ഈ പ്രോഗ്രാമിലും സംരംഭങ്ങളിലുമെല്ലാം അല്ലാഹു നൽകുമാറാകട്ടെ. മഹത്തുക്കളായ പിതാക്കൾ, ഉസ്താദുമാർ, മാതാക്കൾ, സഹോദരങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥനയും ആത്മീയ സാന്നിധ്യവും അനുഗ്രഹാശിസുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ മേഖലയിലും നൽകി സന്തോഷിപ്പിക്കുമാറാകട്ടെ. ഇതിന്റെ പ്രാഥമിക സംഘാടനം മുതൽ സമാപന ദിവസം ഇവിടെ സംബന്ധിക്കുന്ന ആയിരക്കണക്കിന് മുഹിബ്ബീങ്ങൾക്ക് സന്തോഷത്തിന്റെ സ്നേഹഭക്ഷണം നൽകുന്നവരിൽ നിന്ന് വരെ നമ്മെ വിട്ടുപിരിഞ്ഞവരുണ്ട്. അല്ലാഹു തആല അവർക്ക് പരലോകത്തേക്കുള്ള സന്തോഷമാക്കി ഇത് നൽകുകയും ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. പ്രിയമുള്ളവരെ, ലോകപ്രസിദ്ധ പ്രകീർത്തന കാവ്യം ബുറുദയെ ആസ്പദിച്ചുകൊണ്ടാണ് ഈ വർഷത്തെ നമ്മുടെ പ്രമേയ പ്രഭാഷണം നടക്കുന്നത്. ഉദ്ഘാടന ദിവസത്തിൽ സാധാരണയിൽ നാം പ്രമേയത്തിലേക്ക് കടക്കാറില്ല. അതുപോലെ നാളെയാണ് ഇൻഷാ അല്ലാഹ് ബുറുദയുടെ വ്യാഖ്യാന തലങ്ങളിലേക്ക് നാം കടക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നൊരാമുഖം മാത്രം തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനത്തിൽ നിന്ന് പറഞ്ഞ് ദുആ ചെയ്ത് നമ്മുടെ ത്വയ്ബ ടിവിയിൽ 2 മാസമായി എല്ലാ ദിവസവും പ്രൗഢമായ നബികീർത്തന സദസ്സ് ചുരുങ്ങിയത് 1 മണിക്കൂർ വീതം നടക്കുന്നത് ആസ്വദിക്കുന്നവരാണ് നിങ്ങളെല്ലാം. ഖസീദത്തുൽ വിത്രിയ പുതിയ കാലത്ത് ഒരുപാട് ആളുകളുടെ ഹൃദയത്തിൽ അടയാളപ്പെടുത്തിക്കൊണ്ടാണ് അതിൻ്റെ ആലാപനവും ആസ്വാദനവും നടന്നത്. തുടർന്ന് റബീഉൽ അവ്വൽ 1 മുതൽ മൗലിദുൽ ഹുസ്നൈൻ പിലാക്കൽ ഉസ്താദ് അവർകൾ എഴുതിയ 30 ഹിസ്ബുകളുള്ള അതിമനോഹരമായ പ്രകീർത്തന ഗ്രന്ഥം വളരെ ഹൃദ്യമായി പാരായണം ചെയ്ത് അവതരിപ്പിച്ച് ഇനി അതിൻ്റെ അവസാനത്തെ ഒരു ഖസീദ മാത്രമേ ഉള്ളൂ. അത് ഈ പ്രഭാഷണത്തിന്റെ ഒടുവിൽ ചൊല്ലി നമുക്ക് ദുആ ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ സദസ്സ് ഇൻഷാ അല്ലാഹ് അവസാനിക്കുന്നത്. ഈ പ്രഭാഷണ വേദിയിലേക്ക് എത്തുന്ന ആളുകൾ ഒരുപക്ഷെ വിഷയങ്ങൾ കൂടുതൽ പഠിക്കാൻ ലക്ഷ്യം വെക്കുന്നതിനേക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിന്റെ ലോകത്ത് ചേർന്ന് നിൽക്കാനും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹൃദയം തുറന്ന് തവസ്സുൽ ചെയ്ത് അല്ലാഹുവിലേക്ക് ദുആ ചെയ്യാനുമെല്ലാമാണ് എത്തിച്ചേരുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഓരോ ദിവസവും സൗകര്യപ്പെടുന്ന വിധത്തിൽ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി ദുആ ചെയ്യാം. ലോകം മുഴുവനും അസ്തമിച്ചു നിൽക്കുന്ന കോവിഡ് കാലം അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് പിൻവലിച്ച് ഐശ്വര്യത്തിന്റെയും ആരോഗ്യത്തിന്റെയും സുഗമമായ പ്രവർത്തനങ്ങളുടെയും കാലം അനുവദിച്ചു തരുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഇന്നു ഞാൻ പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂക്തത്തിന്റെ ആശയം ഇമാം റാസി റളിയല്ലാഹു അൻഹു എഴുതിയത് നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ട് ദുആയിലേക്ക് കടക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനമാണ് ഖുർആനിക സൂക്തങ്ങളെല്ലാം ഉൾക്കൊണ്ടിട്ടുള്ളത്. അതിൽ നിന്ന് വളരെ പ്രസിദ്ധമായി നമുക്കെപ്പോഴും പാരായണ പരിചയമുള്ളതാണ്
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വറഫഅനാ ലക ദിക്റക്. അല്ലയോ പ്രവാചക പ്രഭോ, അവിടുത്തെ ശ്രുതിയെ നാം ഉയർത്തിയിരിക്കുന്നു, അവിടുത്തെ പ്രസിദ്ധിയെ നാം ഉയർത്തിയിരിക്കുന്നു. അതിന് കൂടുതലൊന്നും ആലോചനയുടെ ആവശ്യമില്ല. ഈ ഒരു റബീഉൽ അവ്വലിൽ ഏതെല്ലാം മാനദണ്ഡത്തിലാണ് മൗലിദുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്? ആളുകൾക്ക് ഒരുമിച്ച് കൂടാൻ യാതൊരു ന്യായവും ഇല്ലാത്ത, അല്ലെങ്കിൽ സൗകര്യമില്ലാത്ത ഒരു കാലത്ത് മദ്രസ കമ്മിറ്റിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നബിദിന സമ്മേളനം, പൂർവ്വ വിദ്യാർത്ഥികളുടെ വക നബിദിന സമ്മേളനം, ഓരോ സ്ഥാപനത്തിലെയും ഓരോ ബാച്ചുകളുടെ അടിസ്ഥാനത്തിലുള്ള നബിദിന പരിപാടി, ഓരോ ഗ്രാമത്തിലെ വാർഡിലെ ഏതെല്ലാം മാനദണ്ഡങ്ങളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകീർത്തിക്കാനുള്ള മാനദണ്ഡങ്ങൾ, സാധ്യമായ മുഴുവൻ മാനദണ്ഡങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള പ്രകീർത്തന പരിപാടികൾ, എത്രയോ കുടുംബ സദസ്സുകൾ, കഴിഞ്ഞ കാലങ്ങളിലൊന്നും ഇല്ലാത്ത രൂപത്തിൽ ഓരോ ദിവസവും ഒരു 10 സുഹൃത്തുക്കളെങ്കിലും വിളിക്കും. ഞങ്ങളുടെ കുടുംബം ഈ റബീഉൽ അവ്വലിൽ ഇത്ര ലക്ഷം സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യാൻ തീരുമാനിച്ചു, ഞങ്ങളോടൊപ്പം ഒന്ന് കൂടിത്തരണം. ഇന്നും എന്നോട് ആവശ്യപ്പെട്ടവരുണ്ട്. പ്രിയമുള്ളവരെ, ഇതുപോലെ ഏതെല്ലാം മാനദണ്ഡങ്ങളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകീർത്തിക്കാമോ, അവിടുത്തെ സ്തുതിഗീതങ്ങൾ വാഴ്ത്താമോ, അങ്ങനെ ഓരോ നാളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാമം, അവിടുത്തെ പ്രസിദ്ധി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സൂക്തത്തെ വിശാലമായി നമ്മളോട് പങ്കുവച്ചാൽ ഒരുപാട് മണിക്കൂറുകൾ നമുക്ക് സംഭാഷണം നടത്താനുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹുവിന്റെ വിശദീകരണം മാത്രമാണ് ഞാൻ വായിക്കുന്നത്. വഅലം അന്നഹു ആമ്മുൻ ഫീ കുല്ലി മാ ദക്കറൂഹു മിനൻ നുബുവ്വ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവാചകത്വത്തിൽ നിന്ന്, മഹത്വത്തിൽ നിന്ന് പറയുന്നതെല്ലാം ഉൾക്കൊള്ളുന്നതാണിത്. വശുഹറത്തുഹു ഫിൽ അർളി വസ്സമാവാത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രസിദ്ധി ഭൂമി ലോകത്തും വാനലോകത്തും എല്ലാം നിറഞ്ഞു നിൽക്കുകയാണ്. പുതിയ കാലത്ത് ഇതിന് പുതിയ മാനങ്ങളുണ്ട്. നമ്മുടെ എല്ലാവരുടെയും പ്രകീർത്തനങ്ങളെ വഹിച്ചുകൊണ്ട് വാനലോകത്തെ മലക്കുകൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധാനത്തിലേക്ക് ചെല്ലുന്നു. അതോടൊപ്പം തന്നെ നമ്മളെല്ലാവരുടെയും ഇന്നത്തെ പ്രകീർത്തനങ്ങൾ സാറ്റലൈറ്റുകളിലേക്ക്, ടെക്നോളജിക്കലി വാനലോകത്തേക്ക് എത്തിച്ചേരുന്നു. നിമിഷാർദ്ധത്തിലാണ് ഇത് സാറ്റലൈറ്റുകളിലേക്ക് കടന്നു പോകുന്നത്. അങ്ങനെയാണ് ലോകത്തിന്റെ എല്ലാ ദിക്കിലേക്കും, ഏത് കോർണറിലേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകീർത്തന സദസ്സ് വീട്ടിൽ നടത്തി വിദേശത്തുള്ള പിതാവിന്, സഹോദരന് വേണ്ടി ദുആ ചെയ്തിരുന്നത് അതേ നിമിഷാർദ്ധത്തിൽ അവിടെ ഇരുന്നു കൊണ്ട് കണ്ട് ദുആയിൽ പങ്കുചേരാൻ കഴിയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രസിദ്ധിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല വശുഹറത്തുഹു ഫിൽ അർളി വസ്സമാവാത്, ആകാശഭൂമികളിൽ മുഴുവനും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രസിദ്ധിയാണ്. ആത്മീയമായി നോക്കിയാൽ മലക്കുകളുടെ ലോകം, ഈ ലോകത്തെ മെറ്റീരിയൽ വേൾഡിൽ നോക്കിയാൽ സാങ്കേതിക സംവിധാനങ്ങളുടെ ലോകം, എല്ലായിടത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രസിദ്ധിയുണ്ട്. ഇസ്മുഹു മക്തൂബുൻ അലൽ അർശി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാമം അർശിൽ ആലേഖിതമായതാണ്. മഹാനരായ അല്ലാമ ഇമാം അഹ്മദ് റിളാ ഖാൻ ഫാദിലെ ബറേൽവി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ആസ്മാ ഖവാനി സമാന സമീൻ ഖവാനി സമാന മെഹ്മാൻ. ആകാശം പിന്നീട് വന്നതാണ്, ഭൂമിയും പിന്നീട് വന്നതാണ്. സമാന മെഹ്മാൻ, കാലവും അതിഥിയാണ്. സ്വാഹിബേ ഖാന ലഖബ് കിസ്കാ ഹെ തേരാ തേരാ.
ആകാശത്തിന്റെ വരവിന് മുമ്പേ, ഭൂമിയുടെ ഉദയത്തിന് മുമ്പേ, കാലത്തിന്റെ ഉണ്മയുടെ മുമ്പേ ഇവിടെ എല്ലാവരെയും കാത്തിരുന്ന ആതിഥ്യം നൽകിയതാരാണ്? അതാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ. പക്ഷേ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു വിശേഷമുണ്ട്. തേരെ ഖദമോ മേ ജോ ഹേ ഗൈർ കാ മുഹ് ക്യാ ദേഖേ. അവിടുത്തെ തിരുപാദങ്ങളിൽ മുഖം അമർത്തിയവർക്ക് വേറെ ആരെയാണ് കാണാനാവുക? കോൻ നസറോം പേ പഠേ ദേഖ് കേ തൽവാ തേരാ. അവിടുത്തെ പ്രഭാവത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് മറ്റൊന്നിലേക്ക് മറ്റൊരാളിലേക്ക് നോക്കാനാവുക? ഒരിക്കലും സാധ്യമല്ല. അങ്ങനെയുള്ള പ്രഭാവത്തിന്റെ വിലാസത്തിന്റെ ഉടമയാണ് നമ്മുടെ എല്ലാവരുടെയും എല്ലാമായ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളെന്ന് പറയുമ്പോൾ ഇത് മാത്രം ഓരോ വരികളും ഏറെ വിശാലമായ വ്യാഖ്യാന തലങ്ങളുള്ളതാണ്. وأنه يذكر معه في الشهادة والتشهد. സാക്ഷ്യവാക്യത്തിലും സാക്ഷ്യവചനത്തിലും അതുപോലെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉലൂഹിയത്തിനെ റബ്ബിന് സാക്ഷ്യപ്പെടുത്തുമ്പോഴെല്ലാം മുത്തുനബി തങ്ങളുടെ റിസാലത്തിനെയും സാക്ഷ്യപ്പെടുത്തുകയാണ്. അങ്ങനെ ലോകത്തെ പള്ളി മിനാരങ്ങളിൽ നിന്ന് വാങ്കൊലി മുഴങ്ങുമ്പോഴും ഇസ്ലാമിലേക്ക് ഒരാൾ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് കലിമ ചൊല്ലുമ്പോഴും ഇപ്പോഴും വരുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനാമം. വഅന്നഹു തആല ദക്കറഹു ഫിൽ കുതുബിൽ മുതഖദ്ദിമതി. മുൻകാല ഗ്രന്ഥങ്ങളിൽ മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകീർത്തനങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. വന്തിശാറു ദിക്രി ഫിൽ ആഫാഖ്. മണ്ഡലങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശ്രുതി വ്യാപകമായിരിക്കുകയാണ്. ഇതൊന്നും ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. വഅന്നഹു ഖുതിമത് ബിഹിൻ നുബുവ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെയാണ് അതാ പ്രവാചകത്വത്തിന്റെ പൂർത്തീകരണം വരുന്നത്. വഅന്നഹു യുദ്കറു ഫിൽ ഖുതബി വൽ അദാൻ. ഖുതുബകളിൽ വാങ്കൊലികളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയപ്പെടുന്നു. വമഫാത്തിഹിർ റസായിലി വഇൻദൽ ഖത്മി. അവിടുന്ന് സന്ദേശങ്ങൾ അയക്കുമ്പോഴും അതിന്റെ പരിസമാപ്തിയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ അല്ലാഹുവിനെ പറഞ്ഞപ്പോഴെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചേർത്ത് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു അല്ലാഹു വ റസൂലുഹു അഹഖു അൻ യുർളു. അല്ലാഹു സുബ്ഹാനഹു വ തആലയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമാണ് തൃപ്തിപ്പെടുത്തപ്പെടേണ്ടത്. അല്ലെങ്കിൽ അല്ലാഹുവിന്റെയും റസൂലിന്റെയും തൃപ്തിയാണ് വേണ്ടത് എന്ന് ഖുർആൻ പറഞ്ഞു. വമൻ യുതിഇല്ലാഹ വ റസൂല. ഇമാം റാസി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ് വമൻ യുതിഇല്ലാഹ വ റസൂല. അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കണം. വഅതീഉല്ലാഹ വഅതീഉർ റസൂല. ഇവിടെയെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹുവിന്റെ ഹബീബിനെ അല്ലാഹുവോട് ചേർത്ത് പറയുകയാണ്. വയുനാദീഹി ബിസ്മിർ റസൂലി വൻ നബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റസൂൽ എന്നോ നബി എന്നോ അല്ലാതെ അല്ലാഹു വിളിച്ചില്ല. എപ്പോൾ ഹീന യുനാദി ഗൈറഹു ബിൽ ഇസ്മി. മറ്റുള്ള പ്രവാചകന്മാരെ നേരിട്ട് നാമം വിളിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചത് യാ അയ്യുഹൻ നബിയു എന്നാണ്, യാ അയ്യുഹർ റസൂലു എന്നാണ്, യാ അയ്യുഹൽ മുദ്ദസ്സിർ എന്നാണ്, യാ അയ്യുഹൽ മുസ്സമ്മിൽ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ യാ അയ്യുഹൽ മുസമ്മിൽ എന്നാണ് വിളിച്ചത്, യാ അയ്യുഹൽ മുദ്ദസ്സിർ എന്നാണ് വിളിച്ചത്. പരിശുദ്ധമായ ഖുർആനിലൂടെ നമുക്ക് പാരായണം ചെയ്യാം. സൂറത്തുൽ ബഖറയിൽ യാ ആദമുസ്കുൻ അൻത വസൗജുകൽ ജന്ന, ആദം നബി അലൈഹിസ്സലാമിനെ നേരിട്ട് വിളിക്കുന്നു. ഓ ആദം നബിയെ, അവിടുന്നും അവിടുത്തെ പത്നിയും സ്വർഗത്തിൽ വസിക്കുക. യാ ആദമു എന്ന് വിളിച്ചുകൊണ്ടാണ് പേരിട്ട് നേരിട്ട് വിളിക്കുന്നു. ഇദ് ഖാല അല്ലാഹു യാ ഈസാ ഇന്നി മുതവഫീക വറാഫിഉക ഇലൈഹി, ഈസാ നബി അലൈഹിസ്സലാമിനെ വിളിക്കുന്നു. അല്ലയോ ഈസാ പ്രവാചകരെ, ഈസാ നബിയെ നമ്മളിലേക്ക് നാം അണച്ചുകൂട്ടി, വറാഫിഉക ഇലൈഹി നമ്മളിലേക്ക് ഉയർത്തി എന്ന്. മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിനെ നേരിട്ട് വിളിക്കുകയാണ്. യാ മൂസാ, ഓ മൂസാ. മൂസാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു വിളിക്കുകയാണ്. ഇന്നി ഇസ്തഫൈതുക അലന്നാസി ബിരിസാലാതി വബികലാമി ഫഖുദ് മാ ആതൈതുക വകും മിനശ് ശാകിരീൻ. സൂറത്തുൽ അറാഫിലൂടെ അല്ലാഹു തആല വിളിച്ചു, ഓ മൂസാ പ്രവാചകരെ, അവിടുത്തെ നാം തെരഞ്ഞെടുത്തിരിക്കുന്നു, ജനങ്ങളിൽ നിന്ന് ഉന്നതരായി ദൗത്യം കൊണ്ട് കലീമുല്ലാഹിയായി വിളിത്തെരഞ്ഞെടുത്തിരിക്കുന്നു. ഫഖുദ് മാ ആതൈതുക, നൽകിയതിനെ മുറുകെ പിടിക്കുക. വകും മിനശ് ശാകിരീൻ, നന്ദിയുള്ള ദാസന്മാരിൽ ഉൾപ്പെടണം. യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യാ ലം നജ്അൽ ലഹു മിൻ ഖബ്ലു സമീയാ. ഓ സക്കരിയ നബിയെ, നിങ്ങൾക്ക് യഹ്യാ നബിയാകുന്ന സന്താനത്തെ കൊണ്ട് സന്തോഷമറിയിക്കുകയാണ്. മുമ്പാർക്കും അങ്ങനെ ഒരു പേര് വെച്ചു കൊടുത്തിട്ടില്ല. അപ്പോഴും വിളിച്ചത് യാ സക്കരിയ എന്നാണ്. അതുപോലെ ഖുർആൻ വിളിച്ചു യാ യഹ്യാ. മഹത്തുക്കളിൽപ്പെട്ട മറിയം ബീവിയെ വിളിച്ചു യാ മറിയം. ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയെയും വിളിച്ചു യാ ഇബ്രാഹിം ഖദ് സദ്ദഖത അർറുയാ. ഇബ്രാഹിം നബിയെയും പേരിട്ട് നേരിട്ട് സംബോധന ചെയ്തു ഖുർആൻ. നൂഹ് നബി അലൈഹിസ്സലാമിനെ വിളിച്ചു. ഉലുൽ അസ്മുകളിൽപ്പെട്ട മഹാന്മാരായ അമ്പിയാക്കൾ, അവർ വിഐപികളായ പ്രവാചകന്മാരാണ്, അവരെയും വിളിച്ചു. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ വിളിച്ചു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലമ തങ്ങളെ ഒരിക്കൽ പോലും ഖുർആനിൽ നേരിട്ട് പേരിട്ട് വിളിച്ചിട്ടേ ഇല്ല. 4 സ്ഥലത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് ഖുർആനിൽ പറഞ്ഞത്. അതിൽ 3 സ്ഥലത്ത് പറയുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് പറയുകയാണ്, അല്ലാതെ പേരിട്ട് വിളിക്കുകയല്ല. ആ പേര് പറയുന്ന നേരത്തും അല്ലാഹു തആല ഉടനെ റസൂലോ നബിയോ എന്നീ പ്രയോഗം നടത്തുകയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും. അവിടെ പേര് പറഞ്ഞ ഉടനെ റസൂലുള്ളാഹ് എന്ന് ഐഡന്റിഫൈ ചെയ്യുകയാണ്. മറ്റൊരു സ്ഥലത്ത് പറയുന്നു വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ. അവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസഹബിഹി വസല്ലമ തങ്ങളെ പേര് പറഞ്ഞ ഉടനെ അവിടുന്ന് അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു. പിന്നീടോ മറ്റൊരു സൂക്തത്തിൽ മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിർ റിജാലികും വലാകിർ റസൂലല്ലാഹ്
وخاتم النبيين. മൂന്ന് സ്ഥലങ്ങളിലും റിസാലത്തും നുബുവത്തും ഐഡന്റിഫൈ ചെയ്തിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്ര നാമം പറഞ്ഞിട്ടുള്ളത്. ആരാണ്? ജല്ല ജലാലായ ലോകാധിപനായ അല്ലാഹു. അവന്റെ സൃഷ്ടി ശ്രേഷ്ഠരായ മുത്തുനബി തങ്ങൾക്ക് നൽകുന്ന ബഹുമാനമാണ്. വറഫഅനാ ലക ദിക്റക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാമത്തെ നാം ഉയർത്തിയിരിക്കുന്നു. ആധുനിക ഫ്രാൻസിലെ പ്രവാചക നിന്ദയ്ക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ മേലങ്കി കൊടുക്കുന്ന ആളുകളോട് ഈ സ്നേഹപ്രപഞ്ചത്തിൽ വെച്ച് ചിലത് പറയാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്ര പരമ്പരയുടെ പരിശുദ്ധിയെ വിജ്ഞാനത്തിന്റെ ഉപാസകന്മാരാണെന്ന് സ്വയം നടിച്ചുകൊണ്ട് നിരൂപിക്കുന്ന ആളുകളോട് സ്നേഹപ്രപഞ്ചത്തിന് പ്രതികരിക്കാനുണ്ട്. ആധുനിക നാസ്തികരുടെ വാദങ്ങളെ പിന്തുണച്ചുകൊണ്ട് പൊതുമാധ്യമങ്ങളിലൂടെ അലറി വിളിക്കുന്നവരോട് ഈ സ്നേഹപ്രപഞ്ചത്തിന് സംവദിക്കാനുണ്ട്. വരും നാളുകളിൽ ഇൻഷാ അല്ലാഹ് ബുറുദയുടെ മനോഹരമായ ആധികാരിക വചനങ്ങളുടെ തണലിൽ നിന്നുകൊണ്ട് നമുക്ക് പറയാനുള്ളത് പുതുകാല സംവാദങ്ങളോടുള്ള പ്രതികരണങ്ങളാണ്. നാസ്തിക വിധ്വംസക വിചാരങ്ങളോടുള്ള സംഘട്ടനങ്ങളാണ്. അത് സ്നേഹപ്രകാശനത്തിന്റെ അടയാളമാണ്. അതിലേക്ക് ഇൻഷാ അല്ലാഹ് നമ്മൾ ബുറുദയുടെ വരികളിലൂടെ വരും നാളുകളിൽ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നമുക്ക് സഞ്ചരിക്കാനുണ്ട്. ജല്ല ജലാലായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദരിച്ചതിന്റെ ഒരു രീതിയാണ്. 4 പ്രാവശ്യമാണ് അവിടുത്തെ പേര് പറഞ്ഞത്. 3 പ്രാവശ്യവും റിസാലത്ത് കൊണ്ട് നുബുവത്ത് കൊണ്ട് പ്രത്യേകം ഐഡന്റിഫൈ ചെയ്തു. 1 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൂറത്തു മുഹമ്മദ് എന്ന പേരിലുള്ള അധ്യായത്തിൽ അവിടുത്തെ നാമം പറഞ്ഞുകൊണ്ട് സമൂഹത്തിന്റെ ചില തെറ്റിദ്ധാരണകളെ തിരുത്താനായിരുന്നു എന്ന് മുഫസ്സിറുകൾ വിശദീകരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാത്തപ്പോഴെല്ലാം വിളിക്കുന്നത് എങ്ങനെയാണ്? യാ അയ്യുഹൽ മുസമ്മിൽ. അല്ലയോ മുസമ്മിലായ നബിയേ, അല്ലയോ മുസമ്മിലായ നബിയേ, അല്ലയോ മുദ്ദസ്സിറായ നബിയേ, പുതച്ചു മൂടിക്കിടക്കുന്നവരെ, പ്രത്യക്ഷ പ്രവർത്തനത്തിനു വേണ്ടി ഇറങ്ങാൻ തയ്യാറാകേണ്ടവരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദരവോടെ മാത്രമാണ് വിളിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശ്രുതിയെ അല്ലാഹു ഉയർത്തിയിരിക്കുന്നു. ഇനി പേരിട്ട് വിളിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരെ കുറിച്ച് അന്നത്തെ വിരോധികൾ നടത്തിയ പ്രയോഗങ്ങളെ ഖുർആൻ അപ്പടി തന്നെ എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുൻഗാമികളായ പ്രവാചകന്മാർ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അന്നത്തെ ജനം ചോദിച്ചു, അൻത ഫഅൽത ഹാദാ യാ ഇബ്രാഹിം, ഓ ഇബ്രാഹിമേ നിങ്ങളാണോ ഇത് ചെയ്തത് അലൈഹിസ്സലാം. ആ ചോദ്യം നേരിട്ട് തന്നെ ഖുർആൻ എടുത്തുദ്ധരിച്ചു. നൂഹ് നബി അലൈഹിസ്സലാമിനോട് അന്നത്തെ ജനത ചോദിച്ചു, യാ നൂഹ് ഖദ് ജാദൽതനാ ഫഅക്സർത ജിദാലനാ, എന്താണ് നൂഹ് എന്നവരെ നിങ്ങൾ ചെയ്യുന്നത്, ഞങ്ങളോട് സംവാദങ്ങളുമായി വന്നിട്ടുള്ളത്. ആ പ്രയോഗം നൂഹ് നബിയെ നേരിട്ട് പേരിട്ട് അന്നത്തെ വിരോധികൾ വിളിച്ചത് അലൈഹിസ്സലാം. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയ ഉലുൽ അസ്മുകളിൽപ്പെട്ട പ്രവാചകരാ. എന്നിട്ട് അതുപോലെ ഖുർആൻ എടുത്തുദ്ധരിച്ചു. അങ്ങനെ ഒരുപാട് പ്രവാചകന്മാരെ വിമർശിച്ചതിനെ ആ വിമർശകന്മാരുടെ ഉദ്ധരണികൾ എടുത്തുകൊണ്ട് തന്നെ ഖുർആൻ പറഞ്ഞു. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 23 വർഷത്തെ പ്രബോധനത്തിനിടയിൽ ഒരുപാട് ആളുകൾ പല വിമർശനങ്ങളും നടത്തിയിട്ട് എതിരാളികൾ ഉപയോഗിച്ച രൂക്ഷമായ ഒരു വാചകവും ഖുർആൻ എടുത്തുദ്ധരിച്ചില്ലെന്ന് മാത്രമല്ല, അങ്ങനെ മുത്തുനബി തങ്ങളെ ആക്ഷേപിച്ചു എന്നറിഞ്ഞപ്പോൾ മുത്തുനബിയോട് ഖുർആൻ പ്രയോഗിച്ച രീതി എന്താണെന്നറിയുമോ? ഖദ് നഅലമു ലയഹ്സുനുകല്ലദീ യഖൂലൂൻ, അല്ലയോ ഹബീബായ തങ്ങളെ,
തങ്ങളെക്കുറിച്ച് പലരും പലതും പറയുന്നതിന്റെ പേരിൽ അവിടുത്തേക്ക് ദുഃഖമുണ്ടെന്നറിയാം. അള്ളാഹു പ്രയോഗിച്ച രീതി എങ്ങനെയാണ്? എനിക്കറിയാം നബിയെ, അവര് പലതും ആരോപിക്കുന്നുണ്ട്, മാരണം, ഭ്രാന്ത്, പലതും അവിടുത്തെ മേൽ ആരോപിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അള്ളാഹു പറയാ, ലയഹ്സുനുകല്ലദീ യഖൂലൂൻ, അവര് പറയുന്ന പലതിലും അവിടുത്തേക്ക് നൊമ്പരമുണ്ടെന്നറിയാം. എന്നിട്ട് അള്ളാഹു ആശ്വസിപ്പിക്കുന്ന രീതി നോക്കൂ. സൂറത്തുൽ അൻആമിലെ 32-ാമത്തെ സൂക്തം പറയാണ്, ഫഇന്നഹും ലാ യുകദ്ദിബൂനക, തങ്ങൾ വിഷമിക്കേണ്ട, അവരാരും തങ്ങളെയല്ല കളവാക്കുന്നത്. മാഷാ അല്ലാഹ്. വലാകിനുൽ ളാലിമീന ബിആയാതില്ലാഹി യജ്ഹദൂൻ, അവർ അല്ലാഹു ആകുന്ന എന്റെ ദൃഷ്ടാന്തങ്ങളെയാണ് അവർ കളവാക്കുന്നത്. തങ്ങളെ സ്വന്തം വേദനിപ്പിച്ചു എന്ന് തങ്ങൾ സങ്കടപ്പെടേണ്ടതില്ല. എത്രമാത്രം ആശ്വാസമാണ് അല്ലാഹു തആല ഖുർആനിലൂടെ മുത്തുനബി തങ്ങൾക്ക് നൽകുന്നത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആശ്വസിപ്പിക്കുകയാണ്. അവിടുത്തെ കുറ്റം പറയുന്നത് അറിയുമ്പോൾ മനസ്സ് നൊമ്പരപ്പെടുന്നുണ്ടെന്നറിയാം. വേദനിക്കേണ്ട നബിയേ, അവരല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെയാണ് കളവാക്കുന്നത്, അഥവാ എന്നെയാണ് അവർ കുറ്റം പറയുന്നത്. തങ്ങൾ വേദനിക്കണ്ട. ഇത്രയും ആശ്വാസമാണ് മുത്തുനബി തങ്ങൾക്ക് നൽകിയത്. അതുകൊണ്ടാണ് വഅഫ്ളലുൽ ഖൽഖി അലൽ ഇത്ലാഖി, യാതൊരു തർക്കവും വേണ്ട, നിരുപാധികം അല്ലാഹു തആല പടച്ച ഏറ്റവും ശ്രേഷ്ഠ വ്യക്തിത്വമാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ. ഈ പ്രമേയത്തിലേക്കാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു വിരൽ ചൂണ്ടിയത്. വയുനാദീഹി ബിസ്മിർ റസൂലി വന്നബി ഹീന യുനാദി ഗൈറഹു ബിൽ ഇസ്മി യാ മൂസാ യാ ഈസാ, യാ മൂസ യാ ഈസ എന്ന് ഖുർആൻ മറ്റു പ്രവാചകന്മാരെ വിളിച്ചപ്പോൾ റസൂൽ നബി എന്നാണ് ഖുർആനിലൂടെ മുത്തുനബി തങ്ങളെ വിളിച്ചത്. എന്നിട്ട് ഇമാം റാസി തങ്ങൾ തുടരുന്നു, വൈലൻ ജഅലഹു ഫിൽ ഖുലൂബി ബിഹൈസു യസ്തതീബൂന ദിക്റഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ മധുരതരമായ സ്മരണകളെ അടയാളപ്പെടുത്തി. വഹുവ മഅനാ ഖൗലിഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മറ്റൊരു സൂക്തത്തിന്റെ ആശയമാണത്. സയജഅലു ലഹുമുർ റഹ്മാനു ഉദ്ദാ, അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക്, അല്ലാഹുവിന്, റസൂലിന് എല്ലാം നല്ല മഹബ്ബത്ത് ജനങ്ങളുടെ ഹൃദയത്തിൽ ഇട്ടുകൊടുക്കും. റാസി ഇമാം തന്നെ അതിന്റെ ആശയം പറയട്ടെ. കഅന്നഹു തആല യഖൂലു, അല്ലാഹു തആല പറയും പോലെ, അംലഉൽ ആലമ മിൻ അത്ബാഇക, അവിടുത്തെ അനുയായികളെ കൊണ്ട് ലോകം മുഴുവനും അല്ലാഹു നിറയ്ക്കും. കുല്ലുഹും യുസ്നൂന അലൈക വയുസല്ലൂന അലൈക വയഹ്ഫളൂന സുന്നതക, തങ്ങളെ സ്നേഹം വെക്കുന്ന ആളുകളെ കൊണ്ട് ലോകം മുഴുവനും നിറയ്ക്കും. അവരെല്ലാവരും തങ്ങളെ സ്തുതിച്ചുകൊണ്ടേയിരിക്കും. വയുസല്ലൂന അലൈക, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കുടുംബ ഗ്രൂപ്പുകളിലൂടെ 1,00,000 സ്വലാത്ത്, മഹല്ല് കമ്മിറ്റിയിലൂടെ 1 കോടി സ്വലാത്ത്, ഒരു സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾ ചേർന്ന് 10 ലക്ഷം സ്വലാത്ത്, ഒരു സ്ഥാപനത്തിലെ വിദ്യാർത്ഥിനികൾ ചേർന്ന് 5 ലക്ഷം സ്വലാത്ത്. ഏതെല്ലാം മാനദണ്ഡത്തിലൂടെയാണ് സ്വലാത്തിന്റെ പ്രകീർത്തനങ്ങളുടെ അലമാലകൾ മദീനയിലേക്ക് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുഹളറത്തിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. വയഹ്ഫളൂന സുന്നതക, ഏതൊരു സാധാരണ വിശ്വാസിയും അവന്റെ നിത്യജീവിതത്തിൽ കുറഞ്ഞ സുന്നത്തുകളെങ്കിലും പാലിക്കാതെ ഇരിക്കുന്നില്ല. നിസ്കാരത്തിലെങ്കിലും ഫർദിന് പുറമേ ഉള്ള സുന്നത്തുകൾ അനുഷ്ഠിക്കുന്നു. അങ്ങനെയുള്ള സുന്നത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളെ അനുകരിക്കുകയാണ് ലോകം. ഇതുപോലെ അനുകരിക്കപ്പെടുന്ന ഒരാൾ വേറെ ആരാണ് എന്ന് മാത്രമല്ല, ബൽ മാ മിൻ ഫരീളത്തിൻ മിൻ ഫറായിലിസ് സ്വലാത്തി ഇല്ലാ വമഅഹു സുന്നത്തുൻ ഫഹും യംതസിലൂന ഫിൽ ഫരീളത്തി.
അംറ ഫിൽ ഫരീളത്തി അംരീ വഫിസ് സുന്നത്തി അംറക. അല്ലാഹു തആല പറയുന്നതായി വ്യാഖ്യാനമെടുക്കുകയാണ്. ഓ ഹബീബായ തങ്ങളോട് പറയട്ടെ, ഈ ലോകത്തുള്ള മാമിൻ ഫരീളത്തിൻ മിൻ ഫറായിലിസ് സ്വലാത്തി, നിസ്കാരത്തിന്റെ ഫർളുകൾ ഇല്ലാ വമഅഹു സുന്നത്തുൻ, അതിന്റെ കൂടെ സുന്നത്തുകൾ ചേരാതെയില്ല. ഫഹും യംതസിലൂന ഫിൽ ഫരീളത്തി അംരീ, ഫർദ് വീടുമ്പോൾ അല്ലാഹു പറയാണ് എന്റെ കൽപ്പനയാണ് അവരനുസരിക്കുന്നത്. വഫിസ് സുന്നത്തി അംറക, സുന്നത്തിൽ തങ്ങളുടെ കൽപ്പനയാണ് അവിടുന്ന് അനുസരിക്കുന്നത്. അതുകൊണ്ടാണ് റമളാനിന്റെ തുടക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഇമാം അബ്ദുർ റസാഖ് തങ്ങൾ അവിടുത്തെ മുസന്നഫിൽ പറഞ്ഞത്, ഖദ് അളല്ല അലൈക്കും ശഹറും മുബാറകുൻ ഫറദല്ലാഹു ഫീഹി സിയാമഹു വസനൻതു ലക്കും ഖിയാമാ. റമളാനാകുന്ന പുണ്യമാസം ആഗതമായിരിക്കുന്നു. ഫറദല്ലാഹു ഫീഹി സിയാമഹു, ഈ മാസം നോമ്പെടുക്കാൻ അല്ലാഹു ഫർളാക്കി. വസനൻതു ലക്കും ഖിയാമഹു, ഈ മാസം നിന്ന് നിസ്കരിക്കാൻ ഞാൻ നിങ്ങൾക്ക് ചര്യയാക്കി തരുന്നു. ഇതുപോലെ ഏതു കർമ്മത്തിനും ഐച്ഛികമുണ്ട്, പുണ്യകർമ്മമുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചേർത്തു തന്നതാണ്. വജഅൽതു ത്വാഅതക ത്വാഅതി വബൈഅതക ബൈഅതി, തങ്ങളെ അനുസരിച്ചാൽ അതെന്നെ അനുസരിച്ചതിന് തുല്യമാണ്. തങ്ങളോട് ബൈഅത്ത് ചെയ്താൽ എന്നെ ബൈഅത്ത് ചെയ്തതിന് തുല്യമാണ്. അല്ലാഹു പഠിപ്പിച്ചതാണ്. മൻ യുതിഇർ റസൂല ഫഖദ് അതാഅ അല്ലാഹ്. സൂറത്തുൻ നിസായിലൂടെ പറഞ്ഞു, ആരെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസരിച്ചാൽ അത് അല്ലാഹുവിനെയാണ് അനുസരിച്ചിട്ടുള്ളത്. ഇന്നമാ യുബായിഊന ഇന്നല്ലദീന യുബായിഊനക ഇന്നമാ യുബായിഊന അല്ലാഹ്. തങ്ങളോട് ബൈഅത്ത് ചെയ്തവർ എന്നോടാണ് ബൈഅത്ത് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇമാം റാസി തങ്ങൾ എഴുതുന്നു, ലാ തഅനഫുസ് സലാത്തീനു മിൻ ഇത്തിബാഇക, ഭരണാധികാരികൾ തങ്ങളെ അനുസരിക്കുന്നതിൽ മടിക്കുന്നില്ല. എന്നിട്ടോ ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത വിശദീകരണം കേട്ടോ, ഫൽ ഖുറാഉ യഹ്ഫളൂന അൽഫാള മൻശൂരിക, ഇവിടെയുള്ള കാര്യങ്ങൾ മുഴുവനും മനപ്പാടമാക്കുന്നത് അവിടുന്ന് പ്രസിദ്ധം ചെയ്ത ഖുർആനിന്റെ വചനങ്ങളെയാണ്. വൽ മുഫസ്സിറൂന യുഫസ്സിറൂന മആനിയ ഫുർഖാനിക, ഖുർആൻ വ്യാഖ്യാതാക്കൾ മുഴുവനും വ്യാഖ്യാനിക്കുന്നത് അവിടുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാരായണം ചെയ്തു കൊടുത്ത ഖുർആനിന്റെ വ്യാഖ്യാനങ്ങളെയാണ്. വൽ വആദു യുബല്ലിഗൂന വഅലക, ഓ ഹബീബായ തങ്ങളെ, ഇവിടെയുള്ള മുഴുവൻ ഉപദേശകന്മാരും അവര് വഅദ് പറയുന്നത് തങ്ങൾ പറഞ്ഞുകൊടുത്ത വഅദിന്റെ തുടർച്ചയാണ്. ബലിൽ ഉലമാഉ വസ്സലാത്തീനു യസിലൂന ഇലാ ഖിദ്മതിക, പണ്ഡിതന്മാരും ഭരണാധികാരിയും തങ്ങളുടെ സേവനത്തിനു വേണ്ടി വന്നു ചേരുകയാണ്. ഉന്നതന്മാരായ എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വരുന്നു. വയുസല്ലിമൂന മിൻ വറാഇൽ ബാബി അലൈക, എന്നിട്ട് അവിടുത്തെ കവാടത്തിന്റെ പിന്നിൽ നിന്നുകൊണ്ട് അവർ സലാം ചൊല്ലുന്നു. വയംസഹൂന വുജൂഹഹും ബിതുറാബി റൗളതിക, എല്ലാവരും അവിടുത്തെ റൗളയുടെ മണ്ണെടുത്ത് മുഖം അമർത്തുകയാണ്, ചുംബനം കൊടുക്കുകയാണ്. വയർജൂന ശഫാഅതക, എല്ലാവരും അവിടുത്തെ ശഫാഅത്ത് പ്രതീക്ഷിച്ചു വന്നതാണ്. ഫശറഫുക ബാഖിൻ ഇലാ യൗമിൽ ഖിയാമ. ഇമാം റാസി റളിയല്ലാഹു അൻഹു ഈ തഫ്സീർ അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? വശറഫുക ബാഖിൻ ഇലാ യൗമിൽ ഖിയാമ, അവിടുത്തെ മഹത്വം അന്ത്യനാൾ വരെ നിലനിൽക്കുകയാണ് നബിയേ. വറഫഅനാ ലക ദിക്റക, അവിടുത്തെ ശ്രുതിയെ നാം ഉയർത്തിയിരിക്കുന്നു. ലോകത്തുള്ള എല്ലാവരെക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരും പ്രശസ്തിയും ലോകത്ത് മുഴുവനും നിറച്ചു വച്ചിരിക്കുന്നു.
ഇങ്ങനെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആരെങ്കിലും നാലാളുകൾ എന്തെങ്കിലും പറഞ്ഞാൽ ലോകത്തിന്റെ ഖൽബിൽ നിന്ന് മാറ്റാൻ പറ്റുമോ? ഒരിക്കലും സാധ്യമല്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം തങ്ങളെയും ഇതര പ്രവാചകന്മാരുടെയും ഇടയിൽ മറ്റൊരു രീതിയിലൊന്ന് വായിച്ചു നോക്കിയാൽ മറ്റു പ്രവാചകന്മാരോട് പ്രയോഗിച്ച രീതിയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പ്രയോഗിച്ചിട്ടുള്ളത്. യാ ഈസ ഇബ്നു മറിയം ഉദ്കുർ നിഅമതി അലൈക, ഓ ഈസാ നബിയെ, ഞാൻ നിങ്ങൾക്ക് ചെയ്ത നിഅമത്തുകളെ ഒന്ന് ആലോചിച്ചു നോക്കൂ. സമാനമായ വിഷയം മുത്തുനബി തങ്ങളോട് പറയുന്നത് ഓ ഹബീബായ തങ്ങളെ, അവിടുത്തേക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ എണ്ണിപ്പറഞ്ഞോളൂ നബിയേ. ഒരു ഭാഗത്ത് ചെയ്ത നിഅമത്തിനെ ഓർത്തു നിന്നോളണമെന്ന പ്രയോഗമാണ്, മറുഭാഗത്തത് ലോകത്തോട് വിളിച്ചു പറയാനുള്ള ആജ്ഞയാണ്. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം തങ്ങളെ ഓരോ കാര്യം പറയുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാഗത്തോടൊരു പ്രത്യേകമായ ഖുല്ലത്താണ്. അതുകൊണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ലൗ കുന്തു മുത്തഖിദൻ ഖലീലൻ ലത്തഖൽതു അബൂബക്കറിൻ ഖലീലാ സാഹിബുക്കും ഖലീലുല്ലാഹ്. ഞാൻ ആരെങ്കിലും ഒരാത്മമിത്രമായി സ്വീകരിച്ചിരുന്നുവെങ്കിൽ അത് സിദ്ദീഖുൽ അക്ബർ എന്നവരെ സ്വീകരിച്ചേനെ. പക്ഷേ എനിക്ക് സിദ്ദീഖുൽ അക്ബറിനെ എൻ്റെ ഹൃദയത്തിൻ്റെ അങ്ങേയറ്റത്തെ സ്നേഹം നൽകാൻ കഴിയുന്നില്ല. എന്തേ കഴിയാത്തത്? സ്വാഹിബുക്കും ഖലീലുല്ലാഹ്, എൻ്റെ ഖുല്ലത്ത് അല്ലാഹുവിന് നൽകിയിരിക്കുകയാണ്. അല്ലാഹുവുമായുള്ള രൂഢമൂലമായ ബന്ധം അത് മികച്ചിരിക്കുന്നു. അതിനു താഴെയല്ലാതെ വേറെ ഒരു നിലക്കും വെക്കാൻ പറ്റുന്നില്ല. ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസാണത്. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല സ്ഥാനമുയർത്തിയെന്ന് മാത്രമല്ല, അലം നശ്റഹ് ലക സദ്റക, ഓ നബിയേ, അവിടുത്തെ ഹൃദയത്തിന്റെ കപ്പാസിറ്റി നാം വർദ്ധിപ്പിച്ചു തന്നില്ലേ നബിയേ? കപ്പാസിറ്റി വർദ്ധിപ്പിച്ചു കൊടുത്തു. എന്തിനാണ്? സാധാരണ ടവറുകളുടെ ഒക്കെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കും ഉപഭോക്താക്കൾ കൂടുമ്പോൾ. 1000 യൂസേഴ്സ് ഉള്ള ഒരു കാലത്തെ പോലെയല്ല 10,000 ആളുകൾ വന്നാൽ അവ അലം നശ്റഹ് ലക സദ്റക കഴിഞ്ഞിട്ട് പിന്നീട് അല്ലാഹു തആല അല്പം കഴിഞ്ഞു പറഞ്ഞു, വറഫഅനാ ലക ദിക്റക, ലോകം മുഴുവനും തങ്ങളെ ശ്രുതി പറഞ്ഞാലും അതെല്ലാം സ്വീകരിക്കാനുള്ള വുസ്അത്തു സദ്ർ അവിടത്തേക്ക് തന്നു കഴിഞ്ഞു. അലം നശ്റഹ് ലക സദ്റക, അല്ലയോ ഹബീബായ തങ്ങളെ, അവിടുത്തെ ഹൃദയത്തെ നാം വിശാലമാക്കി തന്നില്ലേ നബിയേ? 2 ബില്യൺ ജനങ്ങൾ ലോകത്തിന്റെ നാനാദിക്കിലിരുന്ന് ഒരേ സമയത്തു തന്നെ ചെല്ലുകയാണ്, അന്ത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. അല്ലാഹു തആല റിഫഅത്തു ദിക്ർ കൊണ്ട് ലോകത്തിന്റെ നാനാദിക്കിൽ നിന്നും മുത്തുനബി തങ്ങളെ വിളിക്കുമ്പോൾ ഇവരെ മുഴുവനും സ്വീകരിക്കാനുള്ള കപ്പാസിറ്റി ഒരാൾക്കും ടവർ ജാമാകാൻ പാടില്ല, ഒരാളുടെയും കോള് ക്രോസ് ആകാൻ പാടില്ല. ഈ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉൾക്കൊള്ളാനാകണമെങ്കിൽ അലം നശ്റഹ് ലക സദ്റക, അവിടുത്തെ ഹൃദയത്തെ നാം വിശാലമാക്കി തന്നില്ലേ നബിയേ? എന്തൊരു യോജിപ്പുള്ള വാചകങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം തങ്ങളുടെ ഹൃദയത്തിന് ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളെയും ഐഡന്റിഫൈ ചെയ്യാനുള്ള വിശാലതയുണ്ട്. ലോകത്തെന്ന് പരകോടി ജനങ്ങൾ ഒരുമിച്ച് വിളിച്ചാലും ആ മദീനയിലെ ടവർ ജാമാവുകയില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുഹളറത്തിലേക്കുള്ള സ്വലാത്ത് നിർണയിക്കപ്പെടാതെ ആവുകയില്ല. അലം നശ്റഹ് ലക സദ്റക എന്ന സൂറത്തു ശറഹ്
ഒരു പരമ്പരയിൽ നമുക്ക് വിശദീകരിക്കാനുള്ള വലിയ ആശയമാണ്. ഒരു വൈറസും അതിനെ അറ്റാക്ക് ചെയ്യുകയില്ല, യാതൊരു എക്സ്റ്റേണൽ പവറും അതിൽ ഇടപെടുകയില്ല. ഈ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനങ്ങളെ ഒന്ന് പാരായണം ചെയ്തു നോക്കിയാൽ ആശ്ചര്യകരമായ അത്ഭുതകരമായ ആശയങ്ങളെയാണ് ഖുർആനിലെ ഓരോ സൂക്തങ്ങളും ഉൾവഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്നു ഞാൻ കൂടുതൽ സമയം നിങ്ങളോട് സംസാരിക്കുന്നില്ല. നാളെ മുതൽ നമുക്ക് ബുറുദയുടെ വരികളിലേക്കാണ് വരാനുള്ളത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹിന്റെ മനോഹരമായ ലോകത്തേക്ക് വരുമ്പോൾ അലം നശ്റഹ് ലക സദ്റക ഒരു ഭാഗത്ത് നിൽക്കുന്നു, വറഫഅനാ ലക ദിക്റക മറ്റൊരു ഭാഗത്ത് നിൽക്കുന്നു. അനുയായികളായ ജനങ്ങളോട് ഖുർആൻ പറഞ്ഞത് എന്താണ്? ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധാനത്തിൽ തങ്ങളുടെ ശബ്ദത്തെക്കാൾ നിങ്ങൾ ശബ്ദം ഉയർത്താൻ പാടില്ല. ഖുർആൻ പറഞ്ഞു. അതപ്പടി തന്നെ സ്വഹാബത്ത് മാത്രമല്ല, വശറഫുക ബാഖിൻ ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരെയുള്ള വിശ്വാസികൾ. ഇമാം ഇബ്നുൽ ഹാജ് തങ്ങൾ അവിടുത്തെ മദ്ഖലിൽ രേഖപ്പെടുത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് എത്ര ബഹുമാനമുണ്ടോ, ഏത് നിലക്കാണോ അവിടുത്തെ സമീപിക്കേണ്ടത്, അതേപോലെ തന്നെയാണ് വഫാത്തിന് ശേഷവും സമീപിക്കേണ്ടത്. ഇന്നും മദീനയിൽ ചെന്നാൽ ആരും ശബ്ദമുയർത്തുന്നില്ല. അവിടെ വിശ്രമിക്കുന്നതാരാണ്? ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി. ശബ്ദമുയർത്തപ്പെടാൻ ന്യായമില്ലാത്ത സാന്നിധ്യത്തിന്റെ നേതാവാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് മദീനയിൽ വിശ്രമിക്കുന്നത്. ആ സന്നിധിയിൽ ഇന്നും ആരും ശബ്ദമുയർത്തുന്നില്ല. ഉദാഹരണങ്ങളിലേക്കൊന്നും ഇന്ന് ഞാൻ പോകുന്നില്ല. അഇമ്മത്ത് വളരെ വിശദമായി സംഭവങ്ങളോടെ എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ആയത്തിറങ്ങിയ ശേഷം ഉമറുൽ ഫാറൂഖ് തങ്ങളോടൊരു കാര്യം ചോദിച്ചാൽ രണ്ടാമതൊന്നുകൂടി ചോദിച്ചാലേ വ്യക്തമാവൂ. അത്രയും മിതമായിട്ടേ സംസാരിച്ചിരുന്നുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിൽ നിന്ന് ഇമാം ഖാദി ഇയാദ് തങ്ങളെ ശിഫയിൽ രേഖപ്പെടുത്തിയത് കാണാം. അതുപോലെ ഇബ്നുൽ ഹാജ് തങ്ങൾ ഉദ്ധരിച്ചത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിൽ ശബ്ദമുയർത്താൻ വയ്യ. സൗബാൻ റളിയല്ലാഹു അൻഹുവിന് വരാൻ കഴിയുന്നില്ല. അതുപോലെ ഓരോരോ സ്വഹാബികളും ആ ആയത്തിനെ എങ്ങനെയാണ് ഏറ്റെടുത്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറു ശരീഫിന്റെ അടുക്കൽ ഇന്ന് ചെല്ലുന്ന ആളുകളും സലാം പറയുമ്പോൾ അവിടെ നിന്ന് ബൈത്ത് ചൊല്ലുമ്പോൾ ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി, അവിടുത്തെ ഹളറത്തിൽ നിങ്ങൾ ശബ്ദമുയർത്തല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശ്രുതിയെ എവിടെല്ലാം ഉയർത്തി. ഇതിന് ഒരുപാട് മാനങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് ലോകത്ത് ആവർത്തിച്ച് ഉപയോഗിക്കപ്പെടുന്നത് പോലെ, അഭിധേയം ചെയ്യപ്പെടുന്നത് പോലെ, നാമകരണം ചെയ്യപ്പെടുന്ന അത്രയും ലോകത്ത് വേറെ ഒരാളുടെ പേരും നാമകരണം ചെയ്യുന്നില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പേരുള്ള ആളുകളുടെ അത്രയും എണ്ണം ലോകത്ത് വേറെ ഒരു നാമത്തിന്റെയും ഉടമകളില്ല. പിന്നെ സാധാരണയിൽ നമ്മൾ കേൾക്കുന്ന ഒരുപാട് ഉദാഹരണമുണ്ട്. എവിടെയെല്ലാം ഒരു സാധാരണ വിശ്വാസി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേര് ദിവസം എത്ര പ്രാവശ്യം പറയും? നിസ്കാരത്തിൽ പറയുന്നു, ഇഖാമത്തിൽ പറയുന്നു, വാങ്ക് കൊടുക്കുമ്പോൾ പറയുന്നു, വാങ്ക് കേൾക്കുമ്പോൾ ഓർക്കുന്നു. ഇതുപോലെ ഏതെങ്കിലും ഒരു മതത്തിന്റെ വിശ്വാസി അവരുടെ നേതാവിന്റെ പേര് ഓർക്കുകയോ പറയുകയോ ചെയ്യുന്നുണ്ടോ? ഏത് മതമാവട്ടെ. ചിലപ്പോ ഒരു പ്രാവശ്യം പോലും അവർ ഓർക്കുകയോ പറയാവോ ചെയ്യാത്ത ദിവസങ്ങൾ ഉണ്ടാവാം. ഒരു പ്രാവശ്യം പറഞ്ഞെങ്കിലായി എന്ന് വരാം. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറയാതെ ഒരു സാധാരണ വിശ്വാസിയുടെ ഉദയം അസ്തമിക്കുന്നില്ല.
ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം. ഇത് സാമൂഹികമായി അറിയാൻ പറ്റുന്ന കാര്യമല്ലേ ഇത്? ഇതിന് പ്രത്യേകിച്ച് ഗവേഷണങ്ങളുടെ ആവശ്യമില്ല. ഒരു വലിയ ആത്മജ്ഞാനിയായ വിശ്വാസിയാകണമെന്നില്ല. ആരാധനയിൽ കേന്ദ്രീകരിക്കുന്ന ഒരാളാകണമെന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശ്രുതി ലോകം മുഴുവനും നിറഞ്ഞിരിക്കുകയാണ്. ഇതാ ഈ ഓൺലൈൻ കാലത്ത് മൗലിദിന്റെ മീലാദിന്റെ പരിപാടികൾ. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾക്ക് നബിദിന പരിപാടി ഉണ്ടായിരുന്ന നമ്മുടെ UK-യിലെ സഹോദരന്മാരോടൊപ്പമാണ്. അവിടെയും മൗലിദിന്റെ പരിപാടി നടക്കുന്നു. ഇന്ന് ലോകതലത്തിൽ മുഴുവൻ സൗകര്യങ്ങൾ വർദ്ധിച്ചപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹിന്റെ പരിപാടി ഇന്നലെ ഒരു ഭാഗത്ത് ഇന്റർനാഷണൽ മീലാദ് കോൺഫറൻസ് നടക്കുമ്പോൾ അതേ സമയത്തു തന്നെ ഏതെല്ലാം രാജ്യത്ത് എവിടെയെല്ലാമുള്ള ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനങ്ങൾ ചൊല്ലുകയാണ്, പാടുകയാണ്. ഇവിടെ രാവാകുമ്പോൾ ഇവിടെ നിന്ന് 5.5 മണിക്കൂർ വ്യത്യാസത്തിലാണ് UK-യിലെ നമ്മുടെ സഹോദരന്മാരോടൊപ്പം ഞങ്ങൾ മൗലിദിന്റെ പരിപാടിയിൽ പങ്കെടുത്തത്. ഇതുപോലെ 12 മണിക്കൂറും 10 മണിക്കൂറും എല്ലാം വ്യത്യാസമുള്ള ഉദയാസ്തമാന വ്യത്യാസങ്ങളുള്ള ദേശങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനം നടക്കുമ്പോൾ ലോകത്തൊരു നിമിഷവും ഒഴിയാതെ പറയപ്പെടുന്ന നാമത്തിന്റെ ഉടമയാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ ഖായിദുൽ ഗുർരിൽ മുഹജ്ജലീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഓ മുഅ്മിനീങ്ങളെ, മുഹിബ്ബീങ്ങളെ, ഞാൻ എൻ്റെ സംഭാഷണം ഇന്ന് നീട്ടിക്കൊണ്ടുപോകുന്നില്ല. നമ്മുടെ ഈ സ്നേഹപ്രപഞ്ചം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കവാടത്തിലേക്ക് ചേരാനുള്ള ഒരു പ്രതീക്ഷയാണ്. മദീനയിലേക്ക് ചെല്ലാനുള്ള ഒരു പ്രത്യാശയാണ്. തിരുനബി തങ്ങളെ കാണാനുള്ള ഒരു ആഗ്രഹത്തിന്റെ പ്രകാശനമാണ്. ഹബീബായ തങ്ങളുടെ ദർശനം ലഭിക്കാനുള്ള ഒരു പ്രതീക്ഷയാണ്. 1000 മുഹിബ്ബീങ്ങൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹൃദയത്തിലേറ്റാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അതുകൊണ്ട് നമ്മുടെ സഞ്ചാരം വരുന്നു ഇലാ ജനാബി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനത്തെ ഉമ്മരത്ത് വെച്ചുകൊണ്ടാണ് എന്നും നമ്മുടെ സ്നേഹപ്രപഞ്ചത്തിന്റെ ഓരോ ദിവസവും ഓരോ അധ്യായവും അവസാനിക്കുന്നത്. ബുറുദയിലെ 81ാമത്തെ വരികൾ വരെയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചർച്ചയെത്തിയത്. 82ാമത്തെ വരി മുതൽ നാളെ ഇൻഷാ അല്ലാഹ് അതിന്റെ വ്യാഖ്യാന തലങ്ങളിലേക്ക് കടക്കുന്നു. അപ്പോഴും ബുറുദയുടെ നേർപകുതിയിലേ നമ്മൾ എത്തിയിട്ടുള്ളൂ. 5ാമത്തെ വർഷത്തെ ചർച്ചയിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതിൻ്റെ ഓരോ പദങ്ങളും ഓരോ ആശയങ്ങളും വലിയ വലിയ ചിന്താലോകമാണ് നമുക്ക് സമ്മാനിക്കുന്നതെങ്കിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആത്മീയമായി അനുഭവിക്കുന്ന ഒരു സംഗമമായി അല്ലാഹു സ്വീകരിക്കട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാതെ ഇവിടുന്നൊരു വിശ്വാസിക്ക് എങ്ങനെ സമാധാനിക്കാനാകും? അന്ത്യനാൾ അടുക്കുമ്പോൾ എനിക്ക് കുറച്ച് ഇഖ്വാനീങ്ങളുണ്ട്. അവരെന്നെ കാണാൻ വേണ്ടി എന്തും ചെലവഴിക്കാൻ തയ്യാറാണ്. അല്ലയോ പ്രവാചക പ്രഭോ, ഞങ്ങളല്ലേ അവിടുത്തെ സഹോദരങ്ങൾ. അന്തും അസ്ഹാബീ, നിങ്ങളെൻ്റെ സ്വഹാബിമാരാണ്. ഇഖ്വാനുകൾ ആരെന്നറിയുമോ? അവരിപ്പോൾ ജനിച്ചിട്ടില്ല, അവരിനി വരാനുള്ളവരാണ്. അവര് വരാനുള്ളവരാണ്. അവർക്കെന്നെ കാണാൻ വലിയ പൂതിയാണ്, കാണാൻ വലിയ ആശയാണ്. അവരതിനു വേണ്ടി എന്തും ചെലവഴിക്കാൻ തയ്യാറാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ പിൻഗാമികളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. മുൻഗാമികളായ ആളുകൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആത്മീയമായി അനുഭവിച്ചു. അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. സിഫത്തു സഫുവയിൽ നിന്നുള്ള ഉദ്ധരണി വായിക്കാം. അബുൽ ഫത്ഹ് ബിൻ സമഊൻ
റളിയല്ലാഹു അൻഹു പറയുകയാണ്, അവിടുത്തെ കുറിച്ച് നമുക്കൊന്ന് പറയാം. അബൂ ത്വാഹിർ ഇബ്നു അലിയിൽ അല്ലാഫ് എന്നവർ പറഞ്ഞു, ഹളർതു അബൽ ഹുസൈൻ ഇബ്നു സംഊൻ, അബുൽ ഹുസൈൻ ഇബ്നു സംഊൻ എന്നവരുടെ സന്നിധിയിൽ ഞാൻ എത്തി. ഫീ മജ്ലിസിൽ വഅളി, അവിടുന്ന് വഅള് പറയുകയാണ്. വഹുവ ജാലിസുൻ അലാ കുർസിഹി യതകല്ലമു, മഹാനവറുകൾ അതാ ഒരു കസേരയിൽ ഇരുന്നു കൊണ്ട് വഅള് പറയുകയാണ്. വകാന അബുൽ ഫത്ഹ് ഇബ്നുൽ ഖവ്വാസ്, അബുൽ ഫത്ഹ് ഇബ്നുൽ ഖവ്വാസ് എന്നവർ ജാലിസൻ ഇലാ ജംബിൽ കുർസി, വഅള് പറയുന്ന ബഹുമാനപ്പെട്ട അബുൽ ഹുസൈൻ ഇബ്നു സംഊൻ എന്നവരുടെ കസേരയുടെ ചാരേ ഇരിപ്പിടത്തിൽ ഇരിക്കുകയാണ് അബുൽ ഫത്ഹ് ഇബ്നുൽ ഖവ്വാസ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഫഗലബഹു നുആസ്, ഉറങ്ങിപ്പോയി, മയക്കമൊന്നു ശക്തിപ്പെട്ടു, മെല്ലെ ഉറക്കിലേക്കങ്ങ് നീങ്ങി. ഫനാമാ, അബുൽ ഫത്ഹ് ഇബ്നുൽ ഖവ്വാസ് എന്നവർ ഉറങ്ങി. ഫഅംസക അബുൽ ഹുസൈൻ അനിൽ കലാമി സാഅ, വഅള് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട ഹുസൈൻ ഇബ്നു സംഊൻ എന്നവർ. അടുത്ത ഇരിപ്പിടത്തിൽ ഇരിക്കുകയാണ് അബുൽ ഫത്ഹുൽ ഖവ്വാസ് എന്നവർ. ആ അടുത്ത ഇരിപ്പിടത്തിൽ ഇരിക്കുന്ന ആള് മെല്ലെ ഉറങ്ങിയത് വഅള് പറയുന്ന മഹാൻ കണ്ടപ്പോൾ വഅളങ്ങ് നിർത്തിവെച്ചു. ഹത്തസ്തൈഖള, ആ ഉറങ്ങിയ അബുൽ ഫത്ഹ് തങ്ങൾ ഉണരുന്നത് വരെ വഅള് നിർത്തിവെച്ചു. വറഫഅ റഅസഹു, ഉണർന്ന് തലയൊന്നുയർത്തിയപ്പോൾ ഫഖാല ലഹു അബുൽ ഹുസൈൻ, അബുൽ ഹുസൈൻ ഇബ്നു സംഊൻ എന്നവർ ചോദിച്ചു, അല്ലാ അറഅയ്ത റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ നൗമിക, ഈ സ്റ്റേജിൽ ഇരുന്ന് ഉറങ്ങിയ നേരത്ത് നിങ്ങൾ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുവോ? മുത്തുനബി തങ്ങളുടെ മദ്ഹ് പറഞ്ഞുകൊണ്ട് ഈ മജ്ലിസ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ എൻ്റെ ചാരത്തിരുന്നൊന്ന് മയങ്ങുന്നത് കണ്ടു. ഞാൻ എൻ്റെ വഅള് നിർത്തി. നിങ്ങൾ ആ ഉറക്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുവല്ലേ? അതേ, നഅം, ഞാൻ എൻ്റെ ഹബീബായ തങ്ങളെ കണ്ടു. ലിദാലിക, അതുകൊണ്ടാണ് അംസക്തു അനിൽ കലാം, ഞാൻ എൻ്റെ സംഭാഷണം നിർത്തിവെച്ചു. നിങ്ങളുടെ ഉറക്കിന്, കാഴ്ചയിൽ, നിങ്ങളുടെ കാഴ്ചയ്ക്കും നിങ്ങളുടെ ദർശനത്തിനും ഒരു പ്രയാസം വരണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ എൻ്റെ സംഭാഷണം നിർത്തിവെച്ചത് എന്ന് ബഹുമാനപ്പെട്ട അബുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞുവെങ്കിൽ, പ്രിയമുള്ളവരെ, മുൻഗാമികൾ അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ലയിച്ചു ചേർന്നവരാണ്. അവരുടെ നടപ്പും ഇരിപ്പും കിടപ്പും എല്ലാം സ്നേഹരാജാവിനെ കാണാനാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുഭവിക്കാനാണ്. അല്ലാഹുവേ, ഞങ്ങൾ ഓരോ സ്നേഹപ്രപഞ്ചത്തിലും ഇതുപോലെ ഓരോ മഹത്തുക്കളെ പറയുന്നത്, ഈ പറയുന്ന ഏതെങ്കിലും ഒരു മഹാൻ നാളെ ഞങ്ങളെ കാണുമ്പോൾ എന്നെ ഓർത്ത് പറഞ്ഞയാളാണല്ലോ എന്ന നിലക്കോ, കേട്ടുകൊണ്ടിരുന്നവരെന്ന നിലക്കോ നമ്മളെ ഒന്ന് പരിഗണിച്ചു കിട്ടിയാൽ രക്ഷപ്പെടാൻ വേണ്ടിയാണ്. ഇമാം അഹ്മദ് റിളാ ഖാൻ തങ്ങൾ പറഞ്ഞു, എല്ലായിടത്തും ഭരണാധികാരികളെ കള്ളന്മാർക്ക് പേടിയാണ്. കള്ളന്മാര് ഭരണാധികാരികളുടെ അടുക്കൽ പ്രത്യക്ഷപ്പെടുമോ എന്നുള്ള പേടിയിലാണ്.
അതേ സമയത്ത് തെറ്റു ചെയ്തവർ ഭരണാധികാരികളുടെ നേതാവായ മുത്തുനബി തങ്ങളെ കാണുമ്പോ ഓടിച്ചെന്ന കോന്തല പിടിക്കലാണ്. മഹാനവറുകൾ പറയാണ്, ചോറ് ഹാക്കിം സേ ചുപാ കർത്താ ഹൈ യാരാ ഇസ്കേ ഖിലാഫ് തേരെ ദാമൻ മേ ചുപേ ചോർ അനൂഖാ തേരാ. എല്ലായിടത്തും ഭരണാധികാരിയെ കാണാതെ കള്ളൻ ഒളിച്ചു നടക്കലാണ്. ഇവിടെ തെറ്റു ചെയ്തവർ മുത്തുനബി തങ്ങളെ ഒന്ന് കണ്ടുകിട്ടിയെങ്കിലെന്ന് വിചാരിച്ച് നടക്കുകയാണ്. കാരണം അത് കാരുണ്യമാണ്, അത് മോചനമാണ്, അത് രക്ഷയാണ്, അത് ശുദ്ധീകരിക്കുന്ന നേതാവാണ്. നരകത്തിൽ കിടക്കുന്ന ചില വിശ്വാസികളുണ്ട്, തെറ്റുകൊണ്ട് കുടുങ്ങിപ്പോയതാണ്. അവർ നിലവിളിക്കുന്നത്, ഞങ്ങളുടെ മുത്തുനബിയെ ഒന്നറിയിക്കുമോ, ഞങ്ങളിവിടെ കുടുങ്ങിപ്പോയി എന്ന്. അങ്ങനെ അവരുടെ ഒച്ചപ്പാട് കൊണ്ട് നരകത്തെ കാക്കുന്ന മലക്ക് തന്നെ അത്ഭുതപ്പെട്ടു പോകുമെന്ന് അയിമ്മത്ത് എഴുതി വച്ചിട്ടുണ്ട്. ആ നിലക്ക് നമ്മുടെ തെറ്റുകളിൽ നിന്ന് രക്ഷ നേടാൻ, പ്രയാസങ്ങളിൽ നിന്ന് മോക്ഷം ലഭിക്കാൻ, എല്ലാ നന്മയും ലഭിക്കാനുള്ള നേതാവാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ ഖായിദുൽ ഗുർരിൽ മുഹജ്ജലീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ. അല്ലാഹു തആല നമ്മൾ ഈ ഉദ്ധരിച്ച മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് നമ്മളെയും നമ്മുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, സ്നേഹജനങ്ങൾ എല്ലാവരെയും ഒരുമിച്ച് നാളെ ജന്നാത്തുൻ നഈമിൽ ഹബീബായ തങ്ങൾ ലിവാഉൽ ഹംദോടെ നയിച്ചു സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ആ തണലിൽ ഞങ്ങളെ ഒന്ന് ചേർത്തു തരണം റഹ്മാനേ. ഈ സ്നേഹപ്രപഞ്ചം അതിനൊരു കാരണമാക്കി ഞങ്ങൾക്ക് നീ നൽകണം അല്ലാഹ്.